ഹായ് ഹലോ. നമ്മളെല്ലാവരും ഈശോയോട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പരാതിപ്പെട്ടോ ഈശോൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്താ വൈകുന്നത്? അതിൻ്റെ റീസൺ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയുടെ മേഖലയാണ്. നമ്മൾ കർത്താവിന് കൊടുക്കുന്ന വിശുദ്ധിയല്ല, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധി നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു പ്രാർത്ഥന കർത്താവിനോട് പറയുന്നതിന് മുന്നേ ഒന്ന് ഒരുങ്ങി കുമ്പസാരിക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. 1 തെസ്സലോനി 4:3 കൂടെ ആ ഒരു വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും, ഒരു കൺഫെഷനിലൂടെ, ഒരു ഹോളി മാസിലൂടെ, ഡെയിലി ഹോളി മാസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മളെ തന്നെ ഒരു ബലിവസ്തുവാക്കി നമ്മൾ ആ അൽത്താരിൽ സമർപ്പിക്കുമ്പോൾ ഈശോയുടെ തിരുശരീര രക്തത്താൽ നമ്മൾ കഴുകും. കൺഫെഷനിലൂടെ പോകുമ്പോഴും ഈശോയുടെ തിരുശരീര രക്തത്താൽ കഴുകും. ആന്തരിക മുറിവുകളൊക്കെ സൗഖ്യപ്പെടും. അപ്പോൾ ഒരു കൺഫെഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ 15 വരദാന ഫലങ്ങളും, ഒരു വിശുദ്ധ കുർബാനയിലൂടെ എല്ലാ ദിവസവും കടന്നു പോകുമ്പോൾ 77 വരദാന ഫലങ്ങളും നമുക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്.